ദൈവനാമത്തിന് സ്തോത്രം. അനുദിനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലെ ദൈവവചന ധ്യാനം മാന്യ പ്രേക്ഷകർക്ക് അനുഗ്രഹീതമായി തീർന്നുകൊണ്ടിരിക്കുന്നതിനാൽ അതിയായി സന്തോഷിക്കുകയും ദൈവത്തിന് എല്ലാ പുകഴ്ചകളും അർപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ ദയവായി താഴെ കാണുന്ന നമ്പറിലോ ഞങ്ങളുടെ വിലാസത്തിലോ അറിയിക്കേണ്ടതാണ്. സദാ ഞങ്ങളുടെ പ്രേക്ഷകരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സമൂഹമുണ്ട്. ഏത് നീറുന്ന പ്രശ്നങ്ങൾക്കും പ്രാർത്ഥനയാൽ ഉത്തരം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ ജീവിക്കുന്ന ദൈവം, തന്നിൽ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവൻ, തന്നോട് നിലവിളിക്കുന്നവർക്ക് എപ്പോഴും സദാ ജാഗരൂകനായി പ്രതിക്രിയ നടത്തുന്ന നല്ല കർത്താവ്. ആ ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിച്ചറിയുവാൻ ഏവരെയും ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഉത്ബോധിപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സവിശേഷമായ വചനചിന്തയ്ക്ക് ആധാരമായി 68-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദൈവമേ, നീ ധാരാളം മഴ പെയ്യിച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. നീ ധാരാളം മഴ പെയ്യിച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. മഴ ഒരു പുത്തൻ ഉണർവിൻ്റെ ഭാഗമാണ്. ഉത്സാഹം കൊണ്ടുതരുന്ന പ്രതിഭാസമാണ്. മനസ്സിനും ശരീരത്തിനും സാഹചര്യത്തിനും ചുറ്റുപാടുകൾക്കും സസ്യലതാദികൾക്കും ജീവിക്കാൻ ആവശ്യമായ ഊർജം നൽകുന്നത്, തണുപ്പ് നൽകുന്നത് മഴയുടെ സവിശേഷ സ്വഭാവമാണ്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ രേഖപ്പെടുത്ത വചനത്തിൽ നിന്നും അർത്ഥമാക്കേണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് മഴ എന്തിനോട് സദൃശീകരിച്ചിരിക്കുന്നു? വായിച്ച ഭാഗം ഇങ്ങനെയാണ്: നീ ധാരാളം മഴ പെയ്യിച്ചു, ഒരു കുറവുമില്ലാതെ വണ്ണം മഴ പെയ്യിച്ചു. ഈ രചിക്കപ്പെട്ട വചനം പലസ്തീൻ്റെ മണ്ണിലാണെങ്കിൽ അവിടെ മഴയുണ്ടെന്നുള്ളത് സർവ്വസാധാരണമേ അല്ല. ആണ്ടിൽ 2 തവണ പ്രധാന മഴ കാലങ്ങളായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ 2 പ്രത്യേക സന്ദർഭങ്ങളിലൊഴികെ മഴയില്ല. അങ്ങനെയുള്ളതായ ഭൂപ്രകൃതി അടങ്ങുന്ന ഒരു പ്രത്യേക നാട്ടിലിരുന്നു കൊണ്ട് ഈ കവി എഴുതുകയാണ്: നീ ധാരാളം മഴ പെയ്യിച്ചു. ആ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് ഭൂമിശാസ്ത്രപരമായ സാഹചര്യത്തിനപ്പുറത്ത് മഴ പെയ്യിക്കുന്ന ദൈവം, അഥവാ ദൈവത്തിൻ്റെ കരുണയുടെ ഒരു വിളംബരം. അബണ്ടൻസ് ഓഫ് ഹിസ് സപ്ലൈ, കുറവ് വരാതെ വണ്ണം, തൃപ്തി വരും വണ്ണം, വേണ്ടും വണ്ണം, ആവശ്യത്തിലധികം കൊടുക്കുന്ന ഔദാര്യം, മനസ്കത ഇവിടെ കാണിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ വചനചിന്തയുമായിട്ട് ആവർത്തന പുസ്തകത്തിലേക്ക് തിരിയുകയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു ആശയം മോശയാൽ വിരചിതമായിരിക്കുന്ന വായിക്കുവാൻ സാധിക്കും. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം: മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും, എൻ്റെ വചനം മഞ്ഞു പോലെയും, ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും, സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവജാലങ്ങൾക്ക്, പ്രകൃതിക്ക് വേണ്ടുന്ന വിഭവം, ഉദവി നൽകുന്ന ദൈവത്തിൻ്റെ ഒരു വിതരണ ശൃംഖലയിലേക്കാണ് അവിടെ വചനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. യേശു കർത്താവ് പറയുകയുണ്ടായി, സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട സമയത്ത്, അഥവാ 40 ദിവസം യഹൂദ മരുഭൂമിയിലെ പ്രാർത്ഥനയ്ക്കും ശേഷമായിട്ട്, ആ ദിവസങ്ങൾ അവനൊന്നും കഴിച്ചില്ല. 40 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വാഭാവികമായും നമുക്ക് തൃപ്തി നൽകുന്ന ഒരു ഉത്തരം അതിൽ തന്നെയുണ്ട്. മരുഭൂമിയിലേക്ക് പോയിരുന്നാൽ അവിടെ ഒരു ഫുഡ് സപ്ലൈ ലഭ്യമല്ല. അപ്പൊ തീർച്ചയായിട്ടും ആഹാരം ഇല്ലാത്ത ഒരു പ്രാർത്ഥനാന്തരീക്ഷമായിരിക്കാം യേശു നയിച്ചത് എന്നുള്ളത് തീർച്ച. 40 ദിവസങ്ങൾ കഴിഞ്ഞു, യേശുവിന് വിശന്നു. പരീക്ഷകൻ അടുക്കിലേക്ക് വരികയാണ്. പരീക്ഷൻ വന്നതിന് ശേഷം യേശുവിനോട് ചോദിക്കുന്നു: നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സജസ്റ്റ്യൻ.
ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. പക്ഷെ കർത്താവ് ഇങ്ങനെ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനത്താലും ജീവിക്കേണ്ടതാവും. യഥാർത്ഥത്തിൽ ആ ഉദ്ധരണി എടുത്തിരിക്കുന്നത് ഇതേ ആവർത്തന പുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്, ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടുമാണ് ജീവിക്കേണ്ടത്. അതുമായിട്ട് ഏറെ ബന്ധം പുലർത്തുന്ന, സാമ്യം നിലനിർത്തുന്ന ഒരു വചനശകലമാണ് ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കൂടെയും നമുക്ക് ലഭിക്കുന്നത്. മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും, എൻ്റെ വചനം മഞ്ഞ് പോലെയും ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും പൊഴിയും. കുളിർമ നൽകുന്ന, കിളിർപ്പേകുന്ന, ഊർജം നൽകുന്ന, നിലനിൽപ്പിന് ആവശ്യമായ ജീവസാധനങ്ങൾ, നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമായ സകല വിഭവങ്ങളും ഈ മഴയിൽ, ഈ മഞ്ഞിൽ പെയ്യുകയാണ്. ദൈവത്തിന്റെ വചനത്തെ വളരെ വ്യക്തമായി കാണിച്ചിരിക്കുന്നു. മഞ്ഞ് പോലെ, ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെ പൊഴിയും. അതിന്റെ അനന്തരഫലം എന്താ ഉണ്ടാവുന്നത്? മഞ്ഞ് പോലെ ദൈവത്തിന്റെ വചനം പൊടിമഴ പോലെ സസ്യലതാദികളുടെ മേൽ വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജീവിക്കാൻ അതിന് ഊർജം ലഭിക്കുകയാണ്. അപ്പോ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് മഞ്ഞ് എങ്ങനെ ആവശ്യമായിരിക്കുന്നോ അവണ്ണമായിരിക്കും എൻ്റെ വചനം എന്ന് പറയുന്നു. സസ്യലോകവുമായിട്ടുള്ള സാമ്യം വിട്ടതിന് ശേഷം അതേ വചനം യേശു എടുത്ത് ഉദ്ധരിച്ചതിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനാവുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനത്താൽ അവന്റെ മനസ്സിനെ കുളിർപ്പിക്കുന്ന, കിളിർപ്പിക്കുന്ന, സജ്ജമാക്കുന്ന, ജീവിക്കാൻ നിലനിൽപ്പ് നൽകുന്ന ഒന്നായിട്ട് ദൈവവചനത്തെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ക്ഷീണിച്ചിരുന്ന അവകാശത്തെ നീ തണുപ്പിച്ചു. ദൈവത്തിന്റെ ആ അബണ്ടന്റ് സപ്ലൈ ആണ്, ഒരു പരിധിയുമില്ലാത്ത, അപരിമേയത്വമുള്ള, ധാരാളിത്തമുള്ള, ഔദാര്യ മനസ്സോടെയുള്ള ആ വിതരണത്തെയാണ് ഈ വാചകം സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹ സമ്മാനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ ഒരു പ്രസംഗം അവിടെ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിങ്ങനെ വായിക്കുന്നു: എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. നിത്യനായ ദൈവത്തിന്റെ അസ്തിത്വത്തിലേക്ക് ഒരു വിരൽ ചൂണ്ടൽ പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുകയാ. ഈ ഞാൻ പ്രസംഗിക്കുന്ന അനാദിയായിരുന്ന ദൈവം നിങ്ങൾക്ക് തക്ക സമയത്ത് മഴ നൽകി, മഞ്ഞ് പൊഴിച്ച്, ഫലഭൂയിഷ്ടിയുള്ള കാലങ്ങളെ നൽകി, നിങ്ങളുടെ ഉദവിക്ക് വേണ്ടുന്ന ആഹാരം നൽകുവാൻ തക്കവണ്ണം പ്രകൃതിയെ നിയന്ത്രിച്ച് അതിലൂടെ ജനസമുദായത്തെ നയിച്ചവനാണ്, അവർക്ക് വേണ്ടുന്ന വിഭവങ്ങൾ നൽകിയവനാണ്. അതുകൊണ്ട് ദൈവിക അസ്തിത്വത്തിന് ഇനി വേറെ തെളിവ് ആവശ്യമില്ല. സൗജന്യമായി തന്റെ സ്നേഹ സമ്മാനം മനുഷ്യന് നൽകുന്ന ദൈവം തമ്മിൽ ക്ഷീണിക്കപ്പെട്ട അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ ത്രാണിയില്ലാതെ ആവുമ്പോൾ ഒരു കുളിർമഴ പോലെ അവന്റെ വചനം തന്റെ ജനത്തിന്മേൽ പകരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവൻ ധാരാളം മഴ പെയ്യിക്കുന്നു. മരുഭൂമിയുടെ ദുസ്സഹമായ സാഹചര്യങ്ങൾക്കും ചരിത്രപരമായ കാലാവസ്ഥയ്ക്കും അതീതമായിട്ട് ക്ഷീണിച്ചിരുന്ന തൻ്റെ അവകാശത്തിന് വേണ്ടി മഴയെ പൊഴിക്കുന്ന ദൈവം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലേക്ക് നോക്കിയാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം കാണുവാൻ കഴിയുന്നു. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏലിയാവിന്റെ പ്രവചനവും പ്രാർത്ഥനയും നിമിത്തമായി ആകാശം അടഞ്ഞു, മഞ്ഞും മഴയും പെയ്യാതിരിക്കുന്ന കാലഘട്ടം. 3 സംവത്സരവും 6 മാസവും ഭൂമിയിൽ മഴയുണ്ടായില്ല. ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചിട്ട് കർമ്മേൽ പർവ്വതത്തിൽ ശരത്കാല വസതിയിൽ ആയിരിക്കുന്ന ആഹാബ് രാജാവിനെ തേടി ഏലിയാവ് പ്രയാണം ചെയ്യുന്നു.
അവിടെ ചെന്ന് ഒരു ഗുഡ് ന്യൂസ് അനൗൺസ് ചെയ്യാനുണ്ട്. വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്. ഉണ്ടാകേണ്ടിയിരുന്ന മഴ പെയ്യാതിരുന്നു, വരേണ്ടിയിരുന്ന മഞ്ഞ് വരാതിരുന്നു. പ്രകൃതി ആകെ ഒരു ടർമോയിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ വ്യതിരിക്തങ്ങളായ കാരണങ്ങൾ കൊണ്ട് ജനം കഠോരമായ കഷ്ടം അനുഭവിക്കുന്നു. ഇവയെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശ്യപ്രകാരം നടത്തപ്പെട്ടവയാണ്. എന്നാൽ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് വൻമഴ ഉണ്ടാകാൻ പോകുന്നു. നാം എന്താഗ്രഹിക്കുന്നോ, എന്ത് പ്രതീക്ഷിക്കുന്നോ, അതിലൊക്കെ അപ്പുറത്ത് നമുക്ക് വേണ്ടി പദ്ധതികളുള്ള ദൈവം തമ്പുരാൻ. അവൻ മേത്തരമായ കോതമ്പ് കൊണ്ട് തന്റെ ജനത്തെ പോഷിപ്പിക്കുന്നു. പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തുന്നു. ജനം എന്താഗ്രഹിക്കുന്നോ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തർ എന്ത് വിചാരിക്കുന്നോ, അതിനേക്കാൾ, അവരുടെ വിചാരങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠതരമായി അവരെ പുലർത്തുവാൻ കഴിവുള്ളവനും പ്രതിജ്ഞാബദ്ധനുമാണ് നമ്മുടെ ദൈവമെന്ന് മനസ്സിലാക്കാവുന്ന വചനങ്ങളാണ്. ഔദാര്യമായിട്ട് കൊടുക്കുകയാണ്. അവന്റെ ഏതൊരു ആവശ്യത്തെയും നടത്തി കൊടുക്കുവാൻ തക്ക പ്രാപ്തിയുള്ളതായ ദൈവത്തിന്റെ ആ വിതരണ ശൃംഖലയാണ് കർമ്മേലിൽ കാണുവാൻ കഴിഞ്ഞത്. ഈ കഠിനമായ ക്ഷാമത്തിനും അസ്വസ്ഥതയ്ക്കും അപ്പുറം ഇനി എന്തായിരിക്കും എന്നുള്ള ജിജ്ഞാസയ്ക്ക് മറുപടിയായി ദൈവത്തിന്റെ ദാസൻ പ്രഖ്യാപിക്കുകയാണ്, വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഭൗതിക സാഹചര്യത്തിലാണ് ആവശ്യമെങ്കിൽ, വരണ്ടുണങ്ങി വിണ്ടു കയറിയ നിങ്ങളുടെ കൈവേലയിൽ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ പ്രയത്നങ്ങളുടെ ഫലം കൊള്ളയടിക്കപ്പെടുന്ന മേഖലയിലാണ് വേണ്ടതെങ്കിൽ, നഷ്ടപ്പെട്ട ആരോഗ്യത്തെ ഓർത്ത് ആശങ്കപ്പെടുന്ന അവസ്ഥയിലാണ് വേണ്ടതെങ്കിൽ, ആ പുതുമഴ പെയ്യിക്കുവാൻ അവൻ ശക്തനാണ്. മാനസികമായി തളർന്ന, മറുപടിയില്ലപ്പ, കാത്തിരിപ്പ് അനുസ്യൂതം നീളുന്നു, എങ്ങനെ മുന്നോട്ട് കുതിക്കും എന്ന് വഴിയറിയാതെ മനം കുഴഞ്ഞു ക്ഷീണിക്കുമ്പോൾ മടുത്തു പോകാതിരിപ്പീൻ. കാരണം ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ, ക്ഷീണിച്ചിരിക്കുന്ന അവകാശത്തെ തണുപ്പിക്കുന്ന ദൈവം ധാരാളം മഴയാൽ അനുഗ്രഹിക്കുന്നവൻ ഉണ്ട്. പെന്തക്കോസ്ത് നാളിൽ യോഹന്നാൻ എന്ന് മറുപേരുള്ള മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് പെയ്തിറങ്ങിയ ആത്മനദിയുടെ, ആത്മമാരിയുടെ ഒരു തിരിച്ചുവരവനായി കാതോർക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. ദൈവമേ, അവിടുത്തെ ആത്മാവിനെ, അവിടുത്തെ വചനത്തെ, അങ്ങയുടെ ഉപദേശങ്ങളെ, അവിടുത്തെ നന്മയെ എന്റെ മേൽ ചൊരിയാൻ, എന്നെ അതിന് പാത്രീഭൂതനാക്കാൻ കരുണ തോന്നണമേ. ക്ഷീണം വിട്ട് ഉത്സാഹത്തോടെ എനിക്ക് എഴുന്നേൽക്കുവാൻ അതെന്നെ സജ്ജമാക്കട്ടെ. ദൈവശബ്ദം അന്യമായി തീർന്നിരുന്ന, പ്രതീക്ഷ ഏറെക്കുറെ നഷ്ടപ്പെട്ടിരുന്ന ഒരു ജനതയുടെ നടുവിലേക്കാണ് ഇരുട്ടിൽ ഒരു ജ്യോതിയായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി ഉണ്ടാവുന്നത്. മിശിഹയുടെ വരവിനെ പറ്റി പ്രതീക്ഷയോടെ കാത്തിരുന്ന, നൂറ്റാണ്ടുകളെ കാത്തിരുന്ന അവരുടെ പ്രതീക്ഷ അസ്തമിക്കുന്ന സാഹചര്യത്തിൽ ആ ചക്രവാളത്തിൽ ഒരു വെള്ളി മേഘസ്പർശമായി യേശു കർത്താവ് പുത്തൻ പ്രതീക്ഷയുമായി കടന്നു വരികയാണ്. അന്യമായിക്കൊണ്ടിരുന്ന ദൈവശബ്ദം, അന്യമായിക്കൊണ്ടിരുന്ന പ്രതീക്ഷകൾ എല്ലാം തിരികെ പിടിച്ച് ജനത്തിൽ ഒരു പുത്തൻ മഴയായി അവൻ പെയ്തിറങ്ങുകയാണ്. അവന്റെ ഉപദേശങ്ങൾ, അതിനെ കേവലം പറഞ്ഞിരിക്കുന്നത് ലാവണ്യ വാക്കുകളെന്ന, ലവണം കൊണ്ട് രുചി വരുത്തിയ വാക്കുകൾ. നോക്കണം, കഫർന്നഹൂമിലെ പള്ളിയിലും മറ്റും യേശു പ്രസംഗിക്കുമ്പോൾ പ്രത്യാശ അറ്റുപോയ, ക്ഷീണിതനായിത്തീരുന്ന, വ്രണിത ഹൃദയനായിത്തീരുന്നവനെ നോക്കി യേശു പറഞ്ഞു, ധൈര്യപ്പെടണം, ബദ്ധന്മാരെ അഴിച്ചുവിടുവാൻ യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ ദൗത്യ ഘോഷണത്തിനായി ഞാൻ വന്നിരിക്കുകയാണ്. കേട്ടിരുന്ന ആളുകൾ വിസ്മയിച്ചു. അവർ പുലമ്പുകയാ, ഇത് ലാവണ്യ വാക്കുകൾ. ഇത്തരം സദ്വർത്തമാനം കേട്ട കാലം മറന്നു. പക്ഷേ ക്ഷീണിച്ചിരുന്ന അവകാശത്തിലേക്ക് തൻ്റെ ഉപദേശങ്ങളുമായി യേശു ഇറങ്ങി വന്നു. കേവലം ഉപദേശം മാത്രമായിരുന്നില്ല, ഉപദേശം കൊണ്ട് താൻ എന്ത് നാന്ദിയാക്കിയോ അതിനെ വിളിച്ചറിയിക്കുന്ന ദിവ്യമായ അത്ഭുതങ്ങൾ കൊണ്ട് താൻ തെളിയിച്ചു. അവസാനം ജനം ഇങ്ങനെ മാറ്റി പറഞ്ഞു, ഇതാ ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു.
നമ്മുടെ നടുവിൽ അവൻ ഒരു വലിയ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ക്ഷീണിച്ചിരുന്ന അവകാശത്തിന് തണുപ്പ് നൽകുവാൻ ഇറങ്ങി വന്ന ക്രിസ്തുനാഥൻ. ദൈവവചനത്തെ എല്ലാ കാലത്തും ഉണർവ് പെയ്യുന്ന മഴയോട് സദൃശീകരിച്ചിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 44 വരുമ്പോൾ ഇത് തന്നെ പ്രമേയമാക്കി അദ്ദേഹം പറയുകയാണ്. 3-ാം വാക്യം, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. 2 പരാമർശങ്ങൾ, അതിനുള്ള 2 താതാത്മ്യപ്പെടുത്തുന്ന വിശുദ്ധീകരണങ്ങൾ. ഞാൻ ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം അയക്കും, വരണ്ട നിലത്ത് നീരൊഴുക്ക്. അത് ഏത് വിധത്തിലാണ് വരുന്നത്? എങ്ങനെയാണ് സദൃശീകരിക്കുകയാണ്? നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെ, നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെ. അപ്പൊ വരണ്ടിരിക്കുന്ന, ഉണങ്ങിയിരിക്കുന്ന, വെള്ളമില്ലാത്തിടത്ത് മഴ പെയ്യിക്കുമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ യെശയ്യാവ് ദർശകനിലൂടെ അതിന്റെ നിറവേറൽ കൂടെ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ആത്മാവിനെ അയക്കുന്നതിലൂടെ വരണ്ട നിലത്ത് ഞാൻ നീർപ്പൊയ്കയെ അയക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ഇടത്ത് ഞാൻ മാരിയെ അയക്കും എന്നൊക്കെ പറയുമ്പോൾ, മഴ പെയ്യിക്കും, നീർപ്പൊയ്ക വരും എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? എൻ്റെ ആത്മാവിനെ കൊണ്ട് വിഷണരായി തീർന്ന, വാടി വരണ്ട, വറ്റി ഉണങ്ങിയ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടാനിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ പറ്റിയാണ്. വരാനിരിക്കുന്ന തലമുറയിലേക്ക് പെയ്യാൻ പോകുന്ന ആത്മാവിന്റെ മാരിയെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതിന് നിറവേറലാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2 നമുക്ക് സവിസ്തരം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതെ, ആ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ നൂറ്റാണ്ടുകളായി പ്രവാചകന്മാർ ദീർഘമായി ദർശിച്ച ദൈവത്തിന്റെ മാരി പെയ്യാൻ തുടങ്ങുന്നു എന്ന് അരുളി ചെയ്ത വചനം നിവർത്തിക്കപ്പെടുകയായിരുന്നു. സാധാരണക്കാരായ, ക്ഷീണിക്കപ്പെട്ടു പോയ മനുഷ്യരിലേക്ക് ആ നീർത്തോട് പൊട്ടിപ്പുറപ്പെടുക തന്നെ ചെയ്തു. ഓർക്കുക, സമയം കെട്ടയിടത്ത്, കാലം തെറ്റിയിടത്ത് പെയ്യുന്ന ദൈവത്തിന്റെ മഴ, അഥവാ അതിക്രമിച്ചു പോയി എന്ന് തോന്നുന്നിടത്ത്, ടൈംലെസ്, സമയബന്ധിതമായിട്ടല്ല. ദൈവം തമ്പുരാന്റെ സമയത്തെ ആരാഞ്ഞ് മനസ്സിലാക്കുവാൻ പരാജയപ്പെടുന്ന മനുഷ്യൻ പ്രതീക്ഷ അവസാനിപ്പിച്ച് നിർത്താൻ ഒരുങ്ങുമ്പോ ദൈവം തമ്പുരാൻ തുടങ്ങുന്നതേയുള്ളൂ. അവന്റെ പ്രവൃത്തികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് ടൈംലെസ് ആണ്. ദൈവത്തിന്റെ മഴ നാം ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത്, പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായിട്ട് ഒരു കാലത്തിലാണ് വരുന്നത്. എന്താ വേണ്ടത്? വാഗ്ദത്തം പ്രാപിക്കുവാൻ ദീർഘക്ഷമ ആവശ്യം. ക്ഷമയോടെ അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരിൽ നിസ്സംശയം പറയട്ടെ, അത് വന്നു ചേരുക തന്നെ ചെയ്യും. അവസാനമായി ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇത് ഒരു റിഫ്രഷ്മെന്റ് ആണ്, മനസ്സിനെ പുതുക്കുവാൻ. ഇനി ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ, എന്തെങ്കിലും ജീവന്റെ കിരണങ്ങൾ വരാതെ രക്ഷയില്ല എന്ന് വിചാരിക്കുമ്പോൾ, ഈ സാഹചര്യത്തിൽ ആശയറ്റവർക്ക് ആശ നൽകുന്ന ഒന്നത്രേ ദൈവമയക്കുന്ന മഴ, അഥവാ ദൈവത്തിന്റെ വചനം. അതവന് കുളിർമ നൽകുന്നു, അതവനെ വീണ്ടും ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നു, സകലവും പുതുതാക്കി തീർക്കുന്നു. അതെ, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. സകലത്തെയും പുതുതാക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവവചനം, സകലത്തെയും നന്നാക്കുവാൻ കഴിവുള്ളത്, ഇടിവുകളെ പണിയാൻ, ചോർച്ചകളെ അടച്ച് ഉറപ്പാക്കുവാൻ ദൈവം തൻ്റെ ഉണർവിൻ്റെ മഴയെ അയച്ചു കഴിഞ്ഞു. തിരുവെഴുത്തിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി വായിച്ചുദ്ധരിച്ചതുപോലെ അത് കേവലം ഈ ഭൂമിയിലേക്ക് പെയ്യുന്ന ഒരു മഞ്ഞിന്റെ കണമായിട്ടോ മഴത്തുള്ളിയായിട്ടോ വിചാരിക്കേണ്ട. തൻ്റെ വചനം നിലത്ത് പെയ്യുന്ന പൊടിമഞ്ഞ് പോലെ, സസ്യങ്ങളുടെ മേൽ പെയ്യുന്ന പൊടിമഞ്ഞ് പോലെ ആയിരിക്കും. തൻ്റെ ഉപദേശം ആകാശത്തൊന്നും പെയ്യുന്ന മഴ പോലെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ, തങ്ങളുടെ ഉദവിയെ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു കാര്യം ഉറപ്പായി പറയാൻ പറ്റും: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്, ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനത്താലും ജീവിക്കേണ്ടതാകും. ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാം എന്ന് പറഞ്ഞ പിശാച് അവനെ കൊടുക്കുവാൻ ഒരുങ്ങുമ്പോൾ യേശുനാഥൻ
തിരുവെഴുത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്. അവനെ ജീവിപ്പിക്കുന്ന വേറൊരു ഘടകം, അവന്റെ ആത്മാവിന്റെ ആഹാരം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ്. ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന വചനമില്ലാതെ ഒരു മനുഷ്യന്റെയും അകക്കാമ്പിൽ, ആന്തരിക മനുഷ്യത്വത്തിൽ, അകത്തെ മനുഷ്യനിൽ ജീവൻ നിലനിൽക്കത്തില്ല. ഇതൊരു വലിയ സത്യമാണ്. പ്രകൃതിയിലുള്ള സത്യങ്ങളെ മനുഷ്യൻ ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കുന്നു. ഇത് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു വലിയ ആത്മീയ സത്യമാണ്. ഒരു മനുഷ്യൻ എത്ര മിടുക്കനായാലും, എത്ര ധനികനായാലും, എത്ര പ്രഗത്ഭനായാലും, അവന്റെ അന്തരാത്മാവിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശൂന്യമായ തലമുണ്ട്. അവൻ ക്ഷീണിച്ചിരിക്കുകയാണ്. അവൻ ദൈവത്തിന്റെ അവകാശമാണെങ്കിൽ നിശ്ചയമായിട്ടും ജീവിതത്തിലെ പ്രതിസന്ധിയായിരിക്കാം, ചുറ്റുപാടുകളായിരിക്കാം, എതിർപ്പുകളായിരിക്കാം അവനെ ഇപ്പോൾ കർത്തവ്യമൂഢനാക്കിയിരിക്കുന്നത്. എന്നാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മുൻപോട്ട് നയിക്കുവാൻ കഴിവുള്ള ഒരുത്തന കരം പിടിച്ചിരിക്കുന്നത്. ആ കാലം പ്രാവചനികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ യേശു കർത്താവിന്റെ കാലമായിരുന്നു. ക്ഷീണിച്ചിരുന്ന അവകാശമെന്ന് ഇവിടെ സങ്കീർത്തനത്തിലെ ഉദ്ധരണി യഥാർത്ഥത്തിൽ ഒരു പ്രവചനം പോലെ നിലനിൽക്കുകയാണ്. ഒരു കാലഘട്ടം മുഴുവനും മിശിഹയുടെ വരവിനും ഇസ്രായേലിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി കാത്തിരുന്ന് അക്ഷമയോടെ ക്ഷീണമേറ്റതായ മനുഷ്യ വ്യക്തികൾ, മനുഷ്യ സമുദായം, യഹൂദ സമുദായം, അവർക്കൊരു ഉന്മേഷത്തിന്റെ കാലമായിരുന്നു യേശു കർത്താവിന്റെ കാലം. അവൻ കടന്നു വന്നു. പറഞ്ഞതുപോലെ തന്നെ, പ്രവാചകന്മാരിൽ അരുളി ചെയ്യപ്പെട്ടതുപോലെ തന്നെ കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി കടന്നു വന്നു. പക്ഷേ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കിയിരിക്കുന്നു എന്നുള്ള വചനം പോലെ അവൻ കടന്നു വന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞവർ വളരെ ചുരുക്കം. യേശു തന്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത്, അഥവാ എന്നെ നിങ്ങളുടെ പിതാക്കന്മാർ കാണാൻ ആഗ്രഹിച്ചതാണ്. നിങ്ങളെ കേൾപ്പാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ നൂറ്റാണ്ടുകളായി കേൾപ്പാൻ ആഗ്രഹിക്കുന്ന സത്യമാണ്. അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ എന്റെ വചനം കേൾക്കുകയും എന്റെ കൂടെ ഇരിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഏറെ ഭാഗ്യമുള്ളവരാ. അപ്പൊ പിന്നെ നമുക്കെന്താണ് പ്രതീക്ഷ? യേശുവിന്റെ കാലത്ത് ജീവിച്ചവർക്ക് മാത്രമേ പ്രത്യാശയുള്ളൂ എന്നാണോ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം? ഇല്ല. തോമസ് എന്ന ശിഷ്യൻ യേശു ഉയർത്തെഴുന്നേറ്റ അനന്തരം കൂടിയിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടിട്ടല്ലാതെ, ആ തിരുമുറിവുകളിൽ സ്പർശിച്ചിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കയില്ല. പിന്നീട് ഒരു അവസരത്തിൽ യേശു അവനും കൂടെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. തോമസേ, ഇതാ എന്റെ കൈകളിൽ, എന്റെ ഈ ആണിപ്പഴുതുകളിൽ നോക്കുക. നീ പറഞ്ഞതുപോലെ ടെസ്റ്റ് ചെയ്തോളൂ. അനുവാദം കൊടുത്തു. അവൻ പറയുന്നു, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. ഈ പ്രതിവചനത്തിന് മറുപടിയായി യേശു പറയുക, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയരെ, ഇത് നമ്മൾക്കുള്ള സന്ദേശമല്ലേ? യേശുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നവർക്ക് മാത്രം ക്ഷീണിച്ച അവകാശത്തിന് തണുപ്പ് നൽകുന്നവനായിരുന്നു ദൈവമെങ്കിൽ പക്ഷപാതിയല്ലേ ദൈവം? എന്നാൽ ആ കാലഘട്ടത്തിന് ശേഷം ഇന്ന് വരെയും ജീവിക്കുന്നവർക്കും ഇനി പിറക്കാനുള്ളവർക്കുമുള്ള ആശ്വാസത്തിന്റെ വചനമായിട്ട് നിലകൊള്ളുക കർത്താവിന്റെ വാക്കുകൾ. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. അതുവരെ നിറവേറിയ കാര്യമല്ല, ഇന്ന് നിറവേറാനുള്ള കാര്യമാണ്. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ലോകത്തിൽ വന്നു. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റുവെന്ന് കണ്ടതുകൊണ്ടും ടെസ്റ്റിഫൈ ചെയ്തതുകൊണ്ടും അല്ല നാം വിശ്വസിക്കേണ്ടത്. തിരുവെഴുത്ത് അങ്ങനെ പറയുന്നു. ശ്ലീഹന്മാർ കണ്ടു, അവർ എഴുതി വെച്ചു, ഇതിന് വിശ്വാസത്താൽ സ്വീകരിക്കുക. ഇവരെ പറ്റിയാണ് യേശു പറഞ്ഞത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ ഓർത്ത് നോക്കണം, യഹൂദ സഹസ്രങ്ങൾ കാത്തിരുന്നൊരു കാലഘട്ടം, പ്രതീക്ഷ മങ്ങിയൊരു കാലഘട്ടം. യേശു ചരിത്രത്തിൽ ചരിത്ര പുരുഷനായി കടന്നു വന്നു. അവരുടെ പ്രതീക്ഷയ്ക്ക്, അവരുടെ ക്ഷീണത്തിന് മാറ്റം വരുത്തി. ക്ഷീണിച്ചിരുന്ന അവകാശത്തെ തണുപ്പിച്ചു. അത് ഏലിയാവിന്റെ കാലത്ത് ഒരിക്കൽ നിറവേറിയതാണ്. ഉന്മേഷം വരാൻ കൊതിച്ച ജനത്തിന് നീണ്ട നാളുകളെ അതിനുള്ള ഉപാധികളില്ലാതെ നഷ്ടപ്പെട്ടിട്ട് ഒരു മടമങ്ങിയ വരവിലേക്ക് അവരെ വീണ്ടും കൊണ്ടുവന്നത് ദൈവം ചെയ്ത അത്ഭുതകരമായ ആ മഴ പെയ്യിക്കലിലൂടെയായിരുന്നെങ്കിൽ.
ക്ഷീണിച്ചിരിക്കുന്ന അവകാശത്തെ തൃപ്തിപ്പെടുത്തുമെന്നുള്ളതിന്റെ രണ്ടാമത്തെ നിറവേറൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ സംഭവിക്കുകയാണ്. ആ കാലഘട്ടത്തിന് ഏറ്റവും വലിയൊരു ആവശ്യം കേവലം ഒരു ഭൗതിക മഴയായിരുന്നില്ല, മഞ്ഞായിരുന്നില്ല, പകരം വചനത്തിന്റെ ഒരു പെരുമഴയായിരുന്നു. അത് തങ്ങളുടെ പള്ളികളിൽ ഉപദേശിച്ചുകൊണ്ട് ആ വചനം കേട്ടതായ ശിഷ്യന്മാരെ അത് ഉപദേശിക്കുവാനായി തിരഞ്ഞെടുത്ത് അപ്പോസ്തലന്മാരെ അയച്ച യേശുവിന്റെ ദൗത്യം, അപ്പോസ്തലിക ദൗത്യം, അപ്പോസ്തലന്മാരിൽ മാത്രം ഒതുങ്ങാതെ ഇന്നും ക്രിസ്തുവിനാൽ അയക്കപ്പെടുന്ന നാമാകുന്ന അപ്പോസ്തല വര്യന്മാരിലേക്ക് നീളുകയാണ്. ക്ഷീണിച്ചിരിക്കുന്ന അവകാശത്തിന് പ്രതീക്ഷ നൽകുവാനുള്ള സന്ദേശം പ്രിയരെ നമ്മുടെ കരങ്ങളിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവന്റെ വചനങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ക്ഷീണത്തെ, രോഗത്തെ, അസ്വസ്ഥതകളെ, മാനസിക പീഡയെ, പിരിമുറുക്കത്തെ ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ തേൻമഴ പെയ്യുന്ന അനുഭവം ഏറ്റെടുത്തുകൊണ്ട് സസ്യങ്ങളിൽ പെയ്യുന്ന മഞ്ഞ് അവയ്ക്കെങ്ങനെ ജീവോത്സാഹം കൊടുക്കുമോ, എങ്ങനെ പകലത്തെ ബാഷ്പത്തിൽ നിന്നും ഉഷ്ണത്തിൽ നിന്നും അവയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ കരുത്തു നൽകുമോ, അവണ്ണം ലോകത്തിന്റെ മരുക്കാറ്റേറ്റ് ലോകത്തിലെ അതികഠോരമായിട്ടുള്ള സൂര്യകിരണങ്ങളേറ്റ് തളർന്നു വീഴാതിരിക്കാൻ എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ഈ ദൈവവചനത്തിന്റെ മഴ പെയ്തിറങ്ങട്ടെ. ആത്മാവെന്ന മഴ പെന്തക്കോസ്ത് നാളിൽ തന്റെ ശ്ലീഹന്മാരിൽ പകർന്നതുപോലെ നമ്മിലേക്ക് വീണ്ടും വന്ന് നിറയട്ടെ. ഓരോ ദിവസവും ബലഹീനതയിൽ തളർന്നു വീഴാതെ കൈ പിടിച്ച് മുൻപോട്ട് നയിക്കട്ടെ. നമ്മുടെ കാലുകൾ നേർനിലത്തിൽ ചൊവ്വയുള്ള വഴിയിൽ നടത്തുവാൻ അവൻ ശക്തനായ നല്ല ഇടയനാണ്. സകല ബുദ്ധിയംഗവന് ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുമാറാകട്ടെ. ആമേൻ.